നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് US ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ സംഭാഷണം നടന്നത്. യുക്രൈനിന് നൽകിയ മാനുഷിക സഹായത്തിന് മോദിക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇത് റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും ക്രമവും പാലിക്കേണ്ടത് പ്രധാനമന്ത്രിയാണെന്നും സെലൻസ്കി പറഞ്ഞു. മദ്യത്തിന്റെ ഓൺലൈൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ബൗക്കോ MDയും എക്സൈസ് മന്ത്രി MP രാജേഷും തമ്മിൽ തർക്കം. ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഓൺലൈൻ മദ്യവിൽപ്പന നടത്താൻ ആലോചിക്കുന്നതായി ബൗക്കോ MD ഹർഷിത അട്ടല്ലൂരി പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാർ നയത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശമില്ലെന്നാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. എക്സൈസ് മന്ത്രി എന്ന നിലയിൽ താൻ പ്രഖ്യാപിച്ച സർക്കാർ നയത്തിന് മുകളിൽ മറ്റൊരു ഉദ്യോഗസ്ഥനില്ലെന്നും സർക്കാർ മദ്യനയം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും MP രാജേഷ് പറഞ്ഞു. ഓടുന്ന ട്രെയിനിൽ നിന്ന് യാത്രക്കാരിയെ തള്ളിയിട്ട് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ മുഹമ്മദ് സെയ്ഫ് അസ്ഗർ അലി അറസ്റ്റിൽ. കാസർഗോഡ് വെച്ച് റെയിൽവേ പോലീസും റെയിൽവേ സംരക്ഷണ സേനയും നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ കോഴിക്കോട് വട്ടാംപോയിലിനടുത്ത് സമ്പർക്കക്രാന്തി എക്സ്പ്രസിൽ വെച്ചാണ് സംഭവം നടന്നത്. കോതമംഗലത്തെ TTI വിദ്യാർത്ഥിനിയായ 23 വയസ്സുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്തായ പറവൂർ ആലങ്ങാട് സ്വദേശി റമീസ് അറസ്റ്റിലായി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക, ദേഹോപദ്രവമേൽപ്പിക്കുക, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. വിവാഹത്തിന് മുൻപ് മതം മാറണമെന്ന് റമീസിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതായി യുവതിയുടെ കുടുംബം പറയുന്നു. റമീസ് ചേരാനെല്ലൂരിലെ ഒരു ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് പിടിയിലായിരുന്ന കാര്യം യുവതി ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 201 സ്കൂളുകളുടെ കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. രാജ്യസഭയിൽ K രാധാകൃഷ്ണൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 5010 സർക്കാർ സ്കൂളുകൾ ഉണ്ടായിരുന്നത് 2023-2024 4809 കുറഞ്ഞു. നിർമ്മാതാവ് സജി നന്ദ്യാട്ട് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. സംഘടനാ നേതൃത്വത്തിലെ ചിലരുമായി ഉയർന്ന അഭിപ്രായ ഭിന്നതകളാണ് രാജിക്ക് കാരണം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സജി നന്ദ്യാട്ട് സാന്ദ്ര തോമസിനെ പിന്തുണച്ചിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസിന് 3 സിനിമയെങ്കിലും നിർമ്മിച്ചതിന്റെ പരിചയമുണ്ടായിരിക്കണമെന്ന നിയമം ചൂണ്ടിക്കാട്ടി വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയിരുന്നു. സാന്ദ്ര തോമസ് ഇതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൂട്ടത്തായി കൂട്ടക്കൊല കേസിലെ 1-ാം പ്രതിയായ ജോളി ജോസഫ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ അഭിഭാഷകനുമായി കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കാൻ അനുമതി തേടിയുള്ള ഹർജിയാണ് കോടതി തള്ളിയത്. വിചാരണ അന്തിമഘട്ടത്തിലാണെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ ഈ നടപടി. നേരത്തെ വിചാരണ കോടതി ഈ ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് ജോളി ഹൈക്കോടതിയെ സമീപിച്ചത്. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കൂടത്തായിൽ ഒരേ കുടുംബത്തിലെ 6 പേരെയാണ് ജോളി കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. കർണാടക സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന KN രാജണ്ണയെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും അന്ന് പരിശോധന നടത്താതെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ലെന്നും രാജണ്ണ പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ഇത് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കി. ഈ പരാമർശത്തെ തുടർന്ന് DK ശിവകുമാർ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ